വലിയ പ്രതീക്ഷയാണ്. അതേപോലെ തന്നെയാണോ പ്രതീക്ഷയുണ്ടോ ഈ സിനിമാ താരങ്ങൾക്കൊക്കെ? ആദ്യം തന്നെ സ്ത്രീപക്ഷ സർക്കാരിനോട് ഒരുപാട് നന്ദി പറയാണ് ഞാൻ. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം സിനിമാ നയരൂപീകരണത്തിന് വേണ്ടി കോൺക്ലേവ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരുപാട് നാളായി ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് നിയമസഭയിൽ കോൺക്ലേവ് നടന്നുകൊണ്ടിരിക്കുക, നിയമസഭാ മന്ദിരത്തിൽ വെച്ചിട്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് ഇൻവൈറ്റീസ് ഉണ്ട്. അത് വ്യക്തിപരമായിട്ട് ഒരുപാട് പേര് ക്ഷണിച്ചിട്ടുണ്ട്, സംഘടനകളെ ക്ഷണിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട്. എന്നിട്ട് എല്ലാ മേഖലയിൽ നിന്നും എല്ലാവരിൽ നിന്നും അഭിപ്രായം ആരാഞ്ഞും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടും സജഷൻസും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് മലയാള സിനിമയ്ക്ക്, അതായത് കേരളത്തിന് സ്വന്തമായിട്ട് ഒരു സിനിമ നയമാണ് രൂപീകരിക്കാൻ പോകുന്നത്. അത് നമ്മുടെ കേരള സർക്കാരിൻ്റെ ഇനിഷ്യേഷനാണ്. കേരള സർക്കാരാണ് അതിന് ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും അഭിമാനം തോന്നിയ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇത്രയും കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 4 സെഷനൊക്കെ ഉണ്ട് ഒരു ദിവസം. ഇത്രയും സെഷനുകളിലും എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിന്നുകൊണ്ട് എല്ലാ ചോദ്യോത്തരങ്ങൾ കേൾക്കുക മാത്രമല്ല, കോർഡിനേഷൻ വരെ ചെയ്യുന്നത് സജി ചെറിയാൻ മന്ത്രിയാണ്. അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നും. നമ്മുടെ നാട്ടിലെ ഇങ്ങനെയുള്ള മന്ത്രിമാരുള്ളൂ അല്ലേ? അപ്പോൾ സജി ചെറിയാൻ സാർ ഇങ്ങനെ എല്ലാം ഇരിക്കൂ, നിങ്ങൾക്ക് സംസാരിക്കണോ, എല്ലാവരുടെ അടുത്തും വന്നിട്ട് സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം ഇരുന്ന് പറയുന്നുണ്ട്. അതായത് പബ്ലിക്കലി ഫേസ് ടു ഫേസ് ഇരുന്ന് ഉത്തരം പറയുന്നുണ്ട്. അങ്ങനെയുള്ള മന്ത്രിമാരാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇനി വരുന്ന യുവ നേതാക്കൾക്ക് കൂടെ ശരിക്കും പറഞ്ഞ പ്രചോദനമാണ്. ഇപ്പോൾ പിണറായി സാറും ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെയാണ്, ഫേസ് ടു ഫേസ് ചർച്ചകൾ വെക്കാറുണ്ട്. അപ്പോൾ ഈ ഫേസ് ടു ഫേസ് ചർച്ചകൾ വെക്കുമ്പോൾ പുതുതലമുറയ്ക്കുള്ള ഏറ്റവും വലിയ പ്രചോദനമാണ്. നിങ്ങളും മുന്നോട്ട് വരൂ, എന്നിട്ട് ജനസേവകരാവണമെങ്കിൽ ആകൂ, പക്ഷേ ഫേസ് ടു ഫേസ് സംസാരിക്കണം, വ്യക്തമായി സംസാരിക്കണം എന്നുള്ളൊരു മെസ്സേജാണ് കൊടുക്കുന്നത്. അതിലെനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്. സിനിമാ മേഖലയിൽ ഒരു സുരക്ഷിതമായ ഒരു തൊഴിലിടം, രണ്ടാമത്തേത് ലിംഗസമത്വം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചർച്ചയായി, മാസങ്ങളായി ചർച്ചയാകുന്നു. സർക്കാരും ഇത് മാസങ്ങളായി നീണ്ട ശ്രമങ്ങൾക്കൊടുവിലാണ് ഇങ്ങനെ ഒരു വേദി ഒരുക്കുന്നത്. അപ്പോൾ ഒരു സൗഹാർദ്ദ അന്തരീക്ഷം ഈ നയരൂപീകരണത്തിലൂടെ ഉണ്ടാകുമെന്നാണോ കണക്കാക്കുന്നത്? സൗഹാർദ്ദ അന്തരീക്ഷം എല്ലായിടങ്ങളിലും ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അല്ല, അത് സിനിമാ മേഖലയിൽ നിന്ന് മാത്രമല്ല. നമ്മളിപ്പോൾ ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കുമ്പോൾ പല വ്യക്തികൾക്ക് പല അഭിപ്രായങ്ങളായിരിക്കും അല്ലേ? ഇപ്പോൾ ഒരു നാണയത്തിന് 2 വശങ്ങളുണ്ട്. അതുപോലെ പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. പക്ഷേ ഈ അഭിപ്രായങ്ങളെല്ലാം ചേർത്ത് വെച്ച് അത് ക്രോഡീകരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ ശരിയും തെറ്റും എല്ലാം മനസ്സിലാക്കിയിട്ട് നയങ്ങൾ രൂപീകരിക്കുന്നത്. അത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഗുണപരമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇതൊരു നാഷണൽ ലെവലിലേക്ക് പോകുമ്പോൾ കേരളം എന്ന് പറഞ്ഞ് സംസ്ഥാനം ചെയ്ത ഏറ്റവും വലിയ മഹത്തായ ഒരു കാര്യമാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു നയം രൂപീകരിക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് അതൊരു പ്രചോദനമാണ്. ഓക്കെ, ഞങ്ങളും ഇങ്ങനെ ഒരു നയം രൂപീകരിക്കേണ്ടതുണ്ട് എന്നുള്ളത്. അത് നാഷണൽ ലെവലിൽ പോകുമ്പോൾ എല്ലാവർക്കും പ്രചോദനമാണ്. ഈ മറ്റൊന്ന്, നമ്മൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ഒന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തുടക്കത്തിൽ, ഈ കരടിൻ്റെ തുടക്കത്തിൽ പറയുന്നത് പ്രത്യേകിച്ച് സ്ത്രീകൾക്കുള്ള സംരക്ഷണമാണ്. സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള ഒരിടം അവിടെ ഒരുക്കുക, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം തടയാൻ കർശനമായ നിയമം ഉൾപ്പെടെ. അത് കൂടുതൽ കരുത്താകില്ലേ വനിതകൾക്ക് മുന്നോട്ട് വരാൻ? തീർച്ചയായിട്ടും കൂടുതൽ കരുത്താണ്. എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതുകൊണ്ട് തന്നെ ഇവിടെയുള്ള പ്രത്യേകിച്ച് സിനിമാ മേഖലയിലുള്ള ഏത് സ്ത്രീകളോട് ചോദിച്ചാലും അവർ ഉറപ്പായിട്ടും പറയുന്ന ഒരു കാര്യമുണ്ട്: ഞങ്ങൾക്കിപ്പോൾ പണ്ടത്തേക്കാൾ കൂടുതൽ സേഫ്റ്റി ഫീൽ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ പണ്ടത്തേക്കാൾ കൂടുതൽ കറേജിയസ് ആണ്, ബ്രേവ് ആണ്, സംസാരിക്കാൻ ഭയമില്ല ആർക്കും, വോയിസ് റൈസ് ചെയ്യുന്നുണ്ട് എല്ലാവരും. അത് ശരിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം തന്നെയാണ്. അതൊരു മികച്ച കാര്യമാണ്. അത് ഗവൺമെൻറ് എടുത്ത ഒരു തുടക്കം എന്ന് പറയുന്നത് പ്രശംസനാർഹമാണ്. മറ്റൊന്ന്, ഇതിൽ പറയുന്ന കരടിലെ പ്രധാന നിർദ്ദേശങ്ങളിലൊന്ന്, സംഘടനകൾ സംരക്ഷണം നൽകണം. ഈ പരാതി പറയുന്നവർക്ക്, പ്രതിഷേധമുയർത്തുന്നവർക്ക് സംരക്ഷണം നൽകി അവർക്ക് സഹായം നൽകണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയുടെ ഉപാധ്യക്ഷ എന്ന നിലയിൽ ചുമതലയേൽക്കാൻ പോവുകയാണ്. എന്നാൽ പോലും അങ്ങനെ ഒരു സംരക്ഷണം നൽകി ഇനി സംഘടനകൾ മുന്നോട്ട് പോകും. സംഘടനകൾ തീർച്ചയായിട്ടും സംരക്ഷണം നൽകണം. അത് പരാതിക്കാരനാണെങ്കിലും പരാതിക്കാരിയാണെങ്കിലും. നമ്മൾ സ്ത്രീകൾക്ക് എപ്പോഴും അടിച്ചമർത്തലുകൾ പണ്ട് മുതലേ കൂടുതലായിരുന്നു. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് സംരക്ഷണം ഒരു പടി കൂടുതലാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ? സ്ത്രീപക്ഷ സർക്കാർ വന്നതുപോലും സ്ത്രീകൾ അടിച്ചമർത്തപ്പെടുന്നത് കൂടുതലാണ് ഈ ലോകത്ത് തന്നെ. അത് പണ്ട് മുതലേ ഉള്ളൊരു കാര്യമാണ്. പക്ഷേ അതിൽ നിന്നെല്ലാം മാറി സ്ത്രീകൾ മുന്നോട്ട് വരുന്നു. സ്ത്രീകൾ മുന്നോട്ട് വരാൻ കാരണമാകുന്നത് ഈ പറഞ്ഞ ആണുങ്ങൾ തന്നെയാണല്ലോ. ഇതിന് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആണുങ്ങൾ എല്ലാവരും മോശക്കാരെന്ന് ഒരിക്കലും അതുകൊണ്ട് അർത്ഥമില്ല. ആണും പെണ്ണും എല്ലാവരും നല്ല ആളുകൾ തന്നെ.
തെറ്റ് ചെയ്യുക എന്നുള്ളത് മനുഷ്യ സഹജമാണ് അല്ലേ? അത് മനുഷ്യന്മാർ തെറ്റ് ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ ജെൻഡർ ബയസ്ഡ് ആവേണ്ട ഒരാവശ്യമില്ല. ആണ് മാത്രം തെറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പെണ്ണ് മാത്രം തെറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പെണ്ണ് മാത്രം നല്ലത്, ആണ് ഫുള്ളായിട്ട് മോശം, അങ്ങനെയൊന്നും ഇല്ല. മനുഷ്യ സഹജമാണ് തെറ്റ് ചെയ്യുക. അത് ആര് തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ സ്ത്രീകൾ പണ്ട് മുതലേ അടിച്ചമർത്തൽ കൂടുതൽ സഹിച്ചവരായതുകൊണ്ടും അവരും കുറച്ചുകൂടെ മുന്നോട്ട് വരാൻ വേണ്ടി എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് സ്ത്രീകൾ മാത്രമല്ല സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്നത്, പുരുഷന്മാരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുരുഷന്മാരെ കൂടുതൽ അഭിനന്ദിക്കണം. ഇതിൽ സംഘടനാ നേതൃത്വങ്ങളിലേക്ക് ഇപ്പം പ്രധാനപ്പെട്ട നടന്മാരൊക്കെ പറഞ്ഞത് ഈ തവണ വനിതകൾ നയിക്കട്ടെ എന്നാണ്. അങ്ങനെ ഒരു തീരുമാനം ഈ പറഞ്ഞതുപോലെ പുരുഷന്മാർ തന്നെയാണ് അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ എല്ലാ സംഘടനകളിലും ഉയർന്നു വരേണ്ട സമയമല്ലേ? എല്ലാ സംഘടനകളും അങ്ങനെ പറയട്ടെ, സ്ത്രീകൾ വരട്ടെ. പക്ഷേ ഒരു കാര്യമുള്ളത്, സ്ത്രീയും പുരുഷനും ഒരുമിച്ച് മത്സരിച്ച് ആരാണോ മുന്നോട്ട് വരുന്നത് അവർ മുന്നോട്ട് വരണം. മാറിക്കൊടുത്തിട്ടാവരുത് ഒരാളും മുന്നോട്ട് വരേണ്ടത്. കാരണം അപ്പോഴതൊരു ഔദാര്യമായി മാറുകയാണ്. ഒരിക്കലും മാറിക്കൊടുക്കരുത്. എന്താ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മത്സരിച്ചാൽ അപ്പോഴല്ലേ അവിടെ ഇക്വാലിറ്റി ഉള്ളത്. അല്ലാതെ ആരും ആർക്ക് വേണ്ടി മാറേണ്ട ആവശ്യമില്ല. ജഗദീഷ് തുടരായിരുന്നു വേണ്ടത്, മത്സരം ഉണ്ടാക്കുമായിരുന്നു വേണ്ടത്. എൻ്റെ അഭിപ്രായത്തിൽ ജഗദീഷ് ഏട്ടൻ തുടരണമായിരുന്നു. കാരണം ഇപ്പം എനിക്ക് ഓപ്പോസിറ്റ് 12 പേരുണ്ടായിരുന്നു മത്സരത്തിന്. അവരെല്ലാവരും പിൻവലിച്ചവരാണ്, മാറിയതല്ല. പിൻവലിച്ച് മറ്റ് പൊസിഷനുകളിൽ മത്സരിക്കാൻ പോയവരാണ്. പക്ഷേ ജഗദീഷ് ഏട്ടൻ കംപ്ലീറ്റ്ലി പിൻവലിച്ചു, ഒന്നിനും മത്സരിക്കാതെ പിൻവലിച്ചു. അത് വേണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം കംപ്ലീറ്റ്ലി പിൻവലിക്കുന്നത് വനിതാ സംവരണത്തിനാണ് എന്ന് പറയുമ്പോഴും നമുക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വനിതാ സംവരണ സീറ്റുണ്ട്. 11 പേരാണ് എക്സിക്യൂട്ടീവ്സിലുണ്ടാവുക. അതിൽ 4 പേര് തീർച്ചയായും സ്ത്രീകൾ വേണം എന്നുള്ളതുണ്ട്. അപ്പോൾ റിസർവേഷൻ സീറ്റിൽ തന്നെ നമുക്ക് 5 പേര് മത്സരിക്കുന്നുണ്ട്. അതിൽ 4 പേര് ഉറപ്പായിട്ടും ഉണ്ട്. പിന്നെ കോമൺ ആയിട്ട് ഉള്ളതിൽ ആർക്ക് വേണമെങ്കിലും മത്സരിക്കാം. അതിലെല്ലാം സ്ത്രീകൾ മത്സരിക്കുന്നുണ്ട്. ഞാൻ ഉൾപ്പെടെ കോമൺ ആയിട്ട് മത്സരിച്ച ഒരാളാണ്. അപ്പോൾ എല്ലാം ഒരുമിച്ച് മത്സരിച്ച് അതിൽ നിന്ന് മുന്നേറി വരുമ്പോൾ ഒരു അഭിമാനമുണ്ട്. ഇപ്പോൾ ഞാൻ അഭിമാനത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം എൻ്റെ കൂടെ മത്സരിച്ചവരിൽ സ്ത്രീകളും ഉണ്ടായിരുന്നു, പുരുഷന്മാരും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും ഞാൻ വന്നപ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്. അതുപോലെ നമ്മൾ എപ്പോഴും എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ഇക്വാലിറ്റി എന്ന് പറയുന്നത് അതാണ്. റിസർവേഷനിലൂടെ അല്ലാതെ പോരാടി വനിതകൾ മുന്നോട്ട് വരണമെന്ന അഭിപ്രായം. റിസർവേഷൻ എന്ന് പറയുന്ന കാറ്റഗറി വളരെ നല്ലതാണ്. ഈ പറഞ്ഞതുപോലെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ് റിസർവേഷൻ. കാരണം മുൻകാലങ്ങളിലൊന്നും സ്ത്രീകൾക്ക് അവസരമില്ലായിരുന്നു. അങ്ങനെയാണ് സർക്കാർ ഇടപെട്ട് അത് റിസർവേഷൻ ഒരുപാട് എല്ലാ കാറ്റഗറിയിലും കൊണ്ടുവന്നു. ഇപ്പോൾ നിയമസഭയിലാണെങ്കിലും റിസർവേഷൻ ഉണ്ടല്ലോ, ലേഡി റിസർവേഷൻ ഉണ്ടല്ലോ. അപ്പോൾ സംഘടനകളിൽ റിസർവേഷൻ കൊണ്ടുവരണം, അത് സത്യമാണ്. പക്ഷേ ജനറൽ കാറ്റഗറിയിലും ജനറലായിട്ട് ഈക്വലായിട്ട് എല്ലാവരും നിൽക്കട്ടെ, എന്നിട്ട് മത്സരിച്ച് ജയിക്കട്ടെ. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പൊതുവെ എല്ലാവരുടെയും മനോഭാവം സ്ത്രീകളോടുള്ള പെരുമാറ്റത്തിലടക്കം അങ്ങനെ മാറ്റം പ്രകടമായി തുടങ്ങി. തീർച്ചയായിട്ടും പെരുമാറ്റത്തിൽ മാറ്റമുണ്ടെന്ന് വ്യക്തിപരമായി ഞാൻ പറയുന്നു. കാരണം ഭയമുണ്ട്. കൃത്യമായ സന്ദേശം കൂടിയായിരുന്നു റിപ്പോർട്ട് പുറത്തു വന്നതിലൂടെ കൃത്യമായിട്ടുള്ള സന്ദേശമാണ് കൊടുത്തത്. ആരിവിടെ എന്ത് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാലും ഗവൺമെൻറ് കൃത്യമായി അതിലിടപെടും, പ്രശ്നം പരിഹരിച്ചിരിക്കും. ആത്മവിശ്വാസം ലഭിച്ചിട്ടുണ്ട് സ്ത്രീകൾക്ക് സിനിമാ മേഖലയിൽ. ഞാനിപ്പോൾ ഇന്ന് ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ എനിക്ക് ഈ ഗവൺമെൻറ്റിനോടുള്ള വിശ്വാസമാണ്.